ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ തൊടുത്തത് 15 ബ്രഹ്മോസ് മിസൈലുകളെന്ന് റിപ്പോർട്ടുകൾ. മെയ് 9, 10 തീയതികളിലായി പാകിസ്ഥാൻ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും നഗരങ്ങളും ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഇത് വിജയകരമായി പ്രതിരോധിച്ചതിനു പിന്നാലെ പാകിസ്ഥാൻ പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. തിരിച്ചടിക്ക് ഇന്ത്യയുടെ ആവനാഴിയിലെ കരുത്തുറ്റ ആയുധമായ ബ്രഹ്മോസിനെയാണ് ഇന്ത്യ ഉപയോഗിച്ചത്. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളിലും കനത്ത നാശം വിതച്ചത് ബ്രഹ്മോസിന്റെ ആക്രമണത്തിലൂടെയാണ്. മെയ് 7-നും 8-നും ഇന്ത്യക്ക് നേരെ ഡ്രോണുകൾക്കൊപ്പം മിസൈലുകളും പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു. ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, ലുധിയാന, ഭുജ് തുടങ്ങിയ വ്യോമതാവളങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടത്താനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. എന്നാൽ ഇന്ത്യയുടെ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ ശ്രമങ്ങളെ നിർവീര്യമാക്കി. ഇതിനു മറുപടിയായി അടുത്ത ദിവസം അതിരാവിലെ തന്നെ തിരിച്ചടി തുടങ്ങി. ഇതിലൂടെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു. ഇതിനുശേഷമാണ് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയത്. ബ്രഹ്മോസ്, സ്കാൽപ മിസൈലുകളാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചത്. തിരിച്ചടിക്ക് ബ്രഹ്മോസ് മിസൈൽ പ്രധാന ആയുധമായി തിരഞ്ഞെടുത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാന് മുകളിൽ ആധിപത്യം വ്യക്തമാക്കുന്ന ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. പാകിസ്ഥാൻ വിമാനങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഇന്ത്യയുടെ ആക്രമണത്തിൽ കനത്ത നാശം നേരിടേണ്ടി വന്നു. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ്. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ മികച്ച സൂപ്പർസോണിക് മിസൈലാണിത്. 300 കിലോമീറ്ററോളം ദൂരത്തിൽ കൃത്യതയോടെ പ്രഹരിക്കാൻ കഴിയുന്ന ആയുധമാണിത്. ഇന്ത്യയിൽ നിന്ന് ഫിലിപ്പീൻസ് ഈ മിസൈൽ സ്വന്തമാക്കിയിട്ടുണ്ട്. രാജ്യങ്ങൾ ഈ മിസൈൽ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചുമുണ്ട്. ബ്രഹ്മോസ് ഒരു ദീർഘദൂര റാംജെറ്റ് എയർ ബ്രീത്തിംഗ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അന്തർവാഹിനികൾ, കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന പൈലറ്റ് ഇല്ലാത്ത വിമാനം പോലെയാണ് ബ്രഹ്മോസ്. ഏകദേശം 2.8 മാക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഇതിന് 300 മുതൽ 800 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ NPOയും ചേർന്നാണ്. ഇവർ ഒരുമിച്ച് ബ്രഹ്മോസ് എയ്റോസ്പേസ് എന്ന സംയുക്ത സംരംഭം രൂപീകരിച്ചു. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര, റഷ്യയിലെ മോസ്കവ എന്നീ 2 നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമം ലഭിച്ചത്. 1980-കളിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പരിപാടി അഗ്നി പരമ്പരയിലുള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ തുടങ്ങി. ഈ പദ്ധതിയിലൂടെ പ്രതലത്തിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന ആകാശ്, പ്രതലത്തിൽ നിന്ന് പ്രതലത്തിലേക്ക് തൊടുക്കാവുന്ന ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലായ പൃഥ്വി, ടാങ്ക് വേദ മിസൈലായ നാഗ് തുടങ്ങിയ വിവിധോദ്ദേശ മിസൈലുകളും വികസിപ്പിച്ചെടുത്തു. ഇന്തോനേഷ്യ, ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ, ചില ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ എന്നിവയും ബ്രഹ്മോസിനായി സമീപിച്ചിട്ടുണ്ടെന്ന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചെയർപേഴ്സൺ സമീർ വി കമ്മത്ത് വെളിപ്പെടുത്തി. സൈന്യത്തിനും നാവികസേനയ്ക്കുമായി വിയറ്റ്നാം $700 മില്യൺ ഇടപാടിനായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, ബ്രൂണൈ, ഈജിപ്ത്, സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും താൽപര്യം അറിയിച്ചിട്ടുണ്ട്. ബ്രസീൽ, ചിലി, അർജന്റീന, വെനസ്വേല തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാനായി രംഗത്തുണ്ട്. ആയുധങ്ങൾ വാങ്ങിയിരുന്ന രാജ്യത്തിൽ നിന്ന് ആയുധ കയറ്റുമതിക്കാരിലേക്ക് വളരാൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നതിന്റെ തെളിവായി ഇതിനെ കാണാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.